ഹലോ. ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടു തീർത്തേ ഉള്ളൂ. ഇന്നത്തെ എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിലാണ് ഞാൻ കണ്ടത്. ഹോട്ട്സ്റ്റാറിൽ 9-9:30 കാണുന്ന ടൈമിലാണെങ്കിൽ അതിൽ ആഡെല്ലാം വരുന്നത് കൊണ്ട് ഞാനത് കഴിഞ്ഞതിന് ശേഷം ഒരു 10:30 ശേഷമാണ് കാണാറുള്ളൂ. അപ്പോൾ നമുക്ക് പരസ്യമുള്ള എപ്പിസോഡ് മാത്രം ആവശ്യമുള്ളത് മാത്രം കാണാമല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ കണ്ടു തീർത്തു. ഫസ്റ്റ് രാവിലെ തന്നെ മോർണിംഗ് ടാസ്ക് ആയിരുന്നു. അത് കുറച്ച് നേരം ലൈവ് കാണാൻ പറ്റി. ലൈവിൽ ഞാൻ കറക്റ്റ് വെച്ച ലൈവ് കാണുന്ന ടൈമിലും അത് തന്നെയായിരുന്നു ടോപ്പിക്ക്. എപ്പിസോഡിൽ എത്രമാത്രം വരുന്ന അറിയാത്തത് കൊണ്ട് എപ്പിസോഡ് കണ്ടതിന് ശേഷം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എപ്പിസോഡിൽ കുറച്ചേ ഉള്ളൂ, കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. ഞാൻ കൂടുതൽ ലൈവ് കണ്ടില്ല, കുറച്ച് നേരം കണ്ടുള്ളൂ. അത് ഓമന പേര് എന്നുള്ളൊരു ടാസ്ക് ആയിരുന്നു. ആ ടാസ്കിൽ എല്ലാവർക്കും ഓരോ നെയിം പറഞ്ഞു. എല്ലാവരും കണ്ടതാണല്ലോ, എല്ലാവർക്കും വിശേഷം അറിയാമല്ലോ. അതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്തതും പിന്നെ ഇപ്പോൾ പലയിടത്തും കണ്ടതും പല FBയിലാണെങ്കിലും സോഷ്യൽ മീഡിയാസിലൊക്കെ ആണെങ്കിലും പറയുന്നത് പോലെ തന്നെ എനിക്കത് ശരിയാണെന്ന് തോന്നി. നമുക്കിപ്പോൾ ഒരാളെ എത്ര വേണമെങ്കിലും വിഷമിപ്പിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും പറയുന്ന ഒരാൾക്ക് ഈ രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് വലിയ തെറ്റായിട്ട് തോന്നില്ലായിരിക്കും. പക്ഷേ ഒരു ഗെയിമിൻ്റെ പരമായിട്ട് ഒരു ഓമന പേര് ഇടുമ്പോൾ അതിലും നല്ലത് ഒരു നല്ല പേരിടായിരുന്നു. ഇങ്ങനെ വിളിച്ചിട്ട് അപമാനിച്ചത് അത് അപമാനിച്ച പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതത്ര ശരിയായി തോന്നിയില്ല. പിന്നെ ടാസ്ക് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ വിളിച്ചത് അക്ബർ ഇങ്ങനെ വിളിച്ചെങ്കിലും അക്ബറിനെ ഞാൻ സ്റ്റാർ സിംഗറിലാണ് ഇപ്പോൾ കാണുന്നത്. അതിന് മുമ്പേ സി കേരളയിലെ മ്യൂസിക് സൂപ്പർ സിംഗറിലും കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിട്ട് നല്ല കോമഡി ആയിരുന്നു. പാട്ടായാലും എല്ലാം കൊണ്ടും സൗണ്ടായാലും എല്ലാം കൊണ്ടും നല്ല ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. ഇന്നത്തെ ഈ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് കാരണം ഇഷ്ടം പോയ പോലെ തോന്നി. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള അവരുടെ സംസാരം ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ അവരുടെ പ്ലാനിങ്ങും കാര്യങ്ങളാകുമ്പോൾ നന്നായി ഗെയിം കളിക്കുന്നൊക്കെ ഉണ്ട്. അതും ചിലപ്പോൾ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത സ്ട്രാറ്റജി ആയിട്ടും തോന്നുന്നുണ്ട്. പക്ഷേ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. എന്ത് പറഞ്ഞാലും അത് ഒരു പെണ്ണിനെ വിളിച്ചത് കൊണ്ട് മാത്രമല്ല, സ്ത്രീയായാലും പുരുഷനായാലും അങ്ങനെ ഒരു വേർഡ് വിളിക്കുമ്പോൾ നമുക്കതൊരു മോശമായിട്ടാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ആരും ഇങ്ങനെ ചിന്തിക്കുക. അത്രയും ആ ഒരു ലെവലിൽ ചിന്തിക്കുന്നവർ മാത്രമേ അങ്ങനെ ചിന്തിക്കുള്ളൂ എന്നാണ് തോന്നുന്നത്. പിന്നെ ഗെയിമിൻ്റെ ഭാഗമൊക്കെ അവരുടെ ഗെയിമായിരിക്കും അത്. എത്രമാത്രം എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കുന്ന അറിയില്ല. ഇത് സില്ലിയായി എടുക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ എല്ലാം മറന്ന് ചിരിച്ച് കളിക്കുന്നുണ്ടായിരിക്കും. ചിലർക്ക് നന്നായി ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. അത് മെൻ്റലി അവരെ വീക്കാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗെയിമായിരിക്കാം. ചെയ്തത് വിളിച്ചതും ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഗെയിം അത് നല്ല രസമുണ്ടായിരുന്നു. അനീഷ് ഭായ് സത്യം പറഞ്ഞാൽ അതിൽ നന്നായിട്ട് ചൊറിയുന്നുണ്ട് എല്ലാവർക്കും. നമുക്കിപ്പോൾ എപ്പിസോഡിൽ 1 മണിക്കൂർ കാണുമ്പോൾ ഈ കുറച്ച് കാണുമ്പോൾ അത്ര അറിയില്ലായിരിക്കും. ലൈവായിട്ട് ആ വീട്ടിൽ നിൽക്കുന്നവർക്കല്ലേ ഈ ഇങ്ങനെ ഇറിറ്റേഷൻ്റെ അങ്ങേയറ്റം, അല്ലെങ്കിൽ ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊക്കെ പറയുന്ന മാതിരി അതുവരെ സഹിക്കുക എന്ന് പറയുമ്പോൾ അതുകൊണ്ടായിരിക്കും. അത്രയും നന്നായി ചെയ്യുന്നുണ്ട്. അത് മേ ബി അവരുടെ ഗെയിമായിരിക്കാം. പക്ഷേ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. പുള്ളി ഒരു രസമുണ്ട്, നന്നായിട്ടുണ്ട്. രസമുണ്ട് പുള്ളി രസമുണ്ട്. അത് തന്നെ. ബാക്കി എപ്പിസോഡ് കണ്ടിട്ട് നാളെ പറയാം.